അങ്ങനെ കിഷ്കിന്ത കാന്ത് എന്നൊരു സിനിമ കണ്ടു. സോ ഈ സിനിമ കാണാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. ഇപ്പം മിക്ക തിയേറ്ററിലും ഈ സിനിമ ഹൗസ്ഫുൾ ആയിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുള്ള സജഷൻ പിന്നെ റെസ്പോൺസും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ സിനിമ കയറാനുള്ള കാരണം. സോ എന്നാൽ ഈ സിനിമയിൽ എന്താ ഉള്ളതെന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയത്. ബട്ട് എന്താ പറയുക, ഓവർ എക്സ്പെക്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു നോർമൽ മിസ്റ്ററിക്കൽ ത്രില്ലർ മൂവി കാണാൻ പോകുന്നു, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തത്. ആൻഡ് എനിക്ക് തിരിച്ച് ഈ സിനിമ നൽകിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം അടുത്തൊരു മലയാള സിനിമയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇതിനകത്തുള്ള സ്ക്രിപ്റ്റാണ്. ഇതിനകത്തുള്ള സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല. സ്ക്രിപ്റ്റ് പ്ലസ് സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയിൽ ഏറ്റവും ഗംഭീര സാധനം. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തുടക്കം തൊട്ട് അവസാനം വരെ ഗംഭീരമാണ്. അതായത് ഈ സിനിമേനെ പറ്റി നമുക്ക് എന്താ പറയുക, ഒന്നും കഥയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിക്കാണ് ഈ സിനിമ പോകുന്നത്. ചിലപ്പോൾ ഒരു കിളി പാറുന്ന രീതിയിലേക്കെല്ലാം എത്തുന്ന രീതിയിലുണ്ട് ഈ സിനിമയിൽ. അങ്ങനെയാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഇങ്ങനെ സ്ക്രിപ്റ്റ് കളിച്ചിട്ടുണ്ട്. എത്ര വർഷം എടുത്തെന്ന് അറിയില്ല സ്ക്രിപ്റ്റ് ഇത്രയും ഗംഭീരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്ക്രീൻ പ്ലേ പറഞ്ഞേ പറ്റൂ. അതാണ് ഇതിൻ്റെ കോർന്ന് വേണമെങ്കിൽ പറയും ഈ സിനിമേൻ്റെ. സോ ആസിഫ് അലി, വിജയരാഘവൻ പിന്നെ അപർണ മുരളി, ഈ 3 ക്യാരക്ടേഴ്സ് തമ്മിലാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ഒരു സിനിമയാണ്. സോ സിനിമേൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ സ്പോയിലർ ആവുകയും ചെയ്യും. സോ വേണമെങ്കിൽ തുടക്കട്ടെ, വിജയരാഘവൻ്റെ ക്യാരറ്റിൻ്റെ കയ്യിലുള്ള ഒരു തോക്ക് കാണാണ്ടാവുന്നു. സോ ഒരു തോക്ക് കാണാണ്ടായ ഒരു ഇൻസിഡൻറ്റ് കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാഗ് പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ സിനിമ പോകുന്ന വഴി നമുക്ക് അറിയില്ല. അങ്ങനത്തെ രീതിയൊക്കെ ഈ സിനിമ പോക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഫുള്ളി നോക്കുവാണെങ്കിൽ ഭയങ്കര സ്ലോ പേസിലാണ് ഈ സിനിമ പോകുന്നത്. അതായത് സിനിമയുടെ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ടൈറ്റിൽ കാർഡ് കാണിക്കുന്നവരെ നമുക്ക് സിനിമേൻ്റെ ഒരു സ്ലോ പേസിങ് മനസ്സിലാവും. സോ അതേപോലെ തന്നെ ഈ സിനിമ തുടങ്ങുന്നത് അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ ഒരു പേസിങ് ഇഷ്ടപ്പെട്ടാൽ, ആ ഒരു സാധനം നമുക്ക് ഹുക്കായാൽ പിന്നെ സിനിമ അങ്ങനെ നമ്മൾ പോയിക്കോളും. ആ സിനിമേൻ്റെ ഒരു പേസിങ് അങ്ങനെ തന്നെ ഞാൻ കണക്റ്റഡ് ആയി. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റി സിനിമ. നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തു. സോ എൻ്റെ ചില ഫ്രണ്ട്സിന് ഈ സിനിമയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ചിലവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് സിനിമേൻ്റെ ഒരു പേസിങ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്ടേഷൻസോ കാര്യങ്ങളോ വെച്ച് സിനിമ ഞാൻ കാണാൻ ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി പറയില്ല. ജസ്റ്റ് ഒരു സാധാരണ ഒരു മിസ്റ്ററിക്കൽ ത്രില്ലർ മൂവി കാണാൻ പോകുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് എന്തായാലും പോവുക, അത്രയും എനിക്ക് പറയണം. അപ്പോൾ നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. സോ സിനിമയുടെ കാസ്റ്റ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വരുന്നത് വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ ഒരു ഗംഭീര റോൾ തന്നെയാണ്. കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് വൈസ് എന്ന് പറയുമ്പോൾ ഒരു 3 ആൾക്കാർ, ആസിഫ് അലി ആകട്ടെ, അപർണ മുരളി പിന്നെ ഒരു വിജയരാഘവൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയരാഘവനാണ് ഈ സിനിമയുടെ നടുന്തൂന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ആസിഫ് അലിയും അപർണ മുരളിയും ജസ്റ്റ് ഇതിൻ്റെ സർക്കിളിംഗ് ആണ് ഈ വിജയരാഘവൻ്റെ ക്യാരക്ടർ വെച്ചിട്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് 2-3 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ജഗദീഷ് ഉണ്ട്, ജഗദീഷ് ചേട്ടനൊക്കെ സൈഡായിട്ട് വരുന്നതാണ്. ബട്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഈ സിനിമയിൽ. ആൻഡ് സിനിമയുടെ കഥ ഒരിക്കലും എവിടെയൊന്നും പറയാൻ പറ്റില്ല. ഒരു തോക്ക്, ഒരു കുരങ്ങൻ, കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ ഈ സിനിമയുടെ എല്ലാ ഡൗട്ട്സും എല്ലാ കാര്യങ്ങളും ഈ സിനിമ കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഈ സിനിമ മൊത്തം കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫീൽ കിട്ടാണ്ട് ഈ സിനിമ നിങ്ങൾ പുറകിലോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ സിനിമയെ പറ്റിയിട്ട് എവിടുന്നാണ് ഈ സിനിമ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കൊരു ഫീൽ കിട്ടാണ്ട് ഈ സിനിമയെ പറ്റിയിട്ട്. അതാണ് ഈ സിനിമ. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സമ്മാനിക്കുന്നത്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് മ്യൂസിക്. ഹാൻസ് സിമ്മറിൻ്റെ ലെവൽ മ്യൂസിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹാൻസ് സിമ്മറിനെ സ്മരിച്ചു ഈ സിനിമേൻ്റെ മ്യൂസിക് വരുമ്പോൾ. കുറേ എലിവേറ്റ് ചെയ്യുന്ന പോർഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൻഡ് ഹാൻസ് സിമ്മറിനെയാണോ സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തതിനൊരു ഡൗട്ട് ഉണ്ട്. എൻ്റെ മ്യൂസിക്കാരെ കൈകാര്യം ചെയ്താൽ അറിയില്ല. ബട്ട് ഗംഭീര മ്യൂസിക് തന്നെയാണ്. അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. ഹാൻസ് സിമ്മർ ലെവലാക്കിയിട്ടുണ്ട്. ഹാൻസ് സിമ്മറിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ അകത്ത് എടുത്തിട്ട പോലെ തന്നെ ഉണ്ട്. ഗംഭീര മ്യൂസിക് ആയിരുന്നു. നല്ല കിടില എലിവേഷൻ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സിനിമ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ചാടിയിട്ട് ആർപ്പ് വിളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഈ സിനിമയിൽ. സിനിമ ഫുള്ളി സ്ലോ പേസ്, നോർമൽ പടം, നല്ല ശാന്തമായിട്ട് ചില്ലായിട്ട് ഇരുന്ന് കാണേണ്ട പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഉത്തരമില്ല. ബട്ട് എല്ലാവരും കാണേണ്ട സിനിമയാണോ ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും കാണേണ്ട സിനിമയാണ്. മസ്റ്റ് വാച്ച് തന്നെ ഞാൻ പറയും. മസ്റ്റ് വാച്ച് ഫിലിം. സ്ക്രിപ്റ്റിലും സ്ക്രീൻ പ്ലേയിലും കളിച്ച കളി അത് നിങ്ങൾ എന്തായാലും കണ്ട് ആസ്വദിക്കാൻ പറയുള്ളൂ. സോ കിഷ്കിൻ്റെ ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയെ പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഫുൾ മിസ്റ്ററീസും കാര്യങ്ങളാണ് സിനിമയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. മിസ്റ്ററി എന്ന് പറയുമ്പോൾ 1-2 മിസ്റ്ററി അല്ല, ഒരു ലോഡ് മിസ്റ്ററി ഉണ്ട്. അത് റിവീൽ ചെയ്യുന്ന വിധം ഗംഭീരമാണ്. സോ കിട്ടുന്ന സിനിമ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. സോ കഴിഞ്ഞിട്ട് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. ഇനി OTT വന്നാൽ ഈ സിനിമയുടെ സ്ഥിതി എന്താണെന്നും പറയാൻ കഴിയില്ല. സോ അത്ര പറയാം. നോർമൽ സിനിമ വിചാരിച്ചാൽ ഈ സിനിമയെ തിയേറ്ററിൽ അപ്രോച്ച് ചെയ്യുക.